എന്ത് സ്റ്റാർട്ടാവാത്താവോ? എന്ത് കണ്ടാറാ ഇത്? കർത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകമുണ്ടല്ലോ, എന്നിട്ട് പെട്രോൾ കുടിക്കുക. കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്ക ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോ ചേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യാക്കോച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ? എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു... ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ. കൂടുതൽ വിളഞ്ഞോണ്ടല്ലോ. ദേ ഞാനാള് വെറും 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 ചെറ്റയാ. അതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാഖമാരാ. ഞങ്ങൾ എതിർക്കാൻ വന്നല്ല. അപ്പടിയല്ല ആസാന സ്വാമി சொன்னது. നമ്മ എതിര് സിന്ന ആളല്ലെന്ന് சொல்றாரு. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസാരക്കാരനല്ലെന്ന്. സ്വാമി, അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നിട്ടാ വളർന്നാച്ചിപ്പോ ആ കൊളപ്പുള്ള പഴമഴകை அவனதை கூந்தலை கெடுத்தினார். கால்களை மண்ணல் வென்று வந்து காலை கூலகுதா தாஜுவாமா சுவாദാ മാജാലുവാ ഉവാജാ സുവാ സുവാ. തലയൊന്നും വെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. இல்ல ஆசானே, நீங்க பயப்படாதீங்க. அவனோட தலையில மயிரும் கால்பட்ட இடத்துல இருந்த ஒரு கை மண்ணு கொண்டு வந்தா எல்லாமே சரியாக்கிடலாம்னு சொல்றாரு. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ആ ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ അതെല്ലാം എടുക്കലാം. നീங்க ധൈര്യമാ இருக்கு காசானே. சரின்னு சொல்லுங்க. ஐ சொல்லுங்க. മന്ദിക ശരി സ്വാമി. അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവർ എന്തിനാണ് ഈ മുതലക്കണ്ണീർ ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസാ. നല്ല വെള്ളുടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്. കാലന്മാർക്ക് അങ്ങനെ തോന്നു. കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. എന്നാ അവിടെ പോയേ? ഒരു കുത്ത് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഓം നഴ്സ്. നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ ഇവിടെ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അയ്യോ, അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ലേ ചേച്ചി? അല്ല ദേ, അങ്ങനെ പോവല്ലേ. നമുക്ക് 3 പേർ കൂടി എടുക്കാന്ന്. ഹോം നേഴ്സേ, സത്യത്തിന്റെ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല, ഈ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇത് തന്നെ മതി. കരയുടെ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ? ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹുക്കഴിച്ചേ. പാൻസ് അഴിക്കാനാ? അയ്യ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ. പോരാ.
എന്നാ എന്നാ ഓമനേഴ്സേ ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തി പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല്ലണം. ഹായ്, മുത്തുക്കൂടെയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്നാ എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വാക്കകത്ത് വെച്ച് തരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? ആ, എന്നെ ആക്കിയതാ. പതുക്കെ പതുക്കെ. ദേ, 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 ദേ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ലു മതിയാ? മുടിയാത് മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. ஐடியா ഏ? அந்த மரத்தை பாத்தியா? ആ മരോടത്ത് അവന്റെ തലക്കെട്ടടിച്ച. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே, ഹേയ്, നീ കേറക്കൂടാത്. നീ പോയല്ലോ മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. നീ ഏറ്, ഇല്ല, നീ കയറിക്കോ. നീ ഏറ്. ഉനക്ക് തന്നെ മരത്തിലേറി പഴക്കം. എനക്ക് ബുദ്ധിയില്ലേ? ആ. നീ ബുദ്ധി വെച്ച് ഏറ്, നോക്കട്ടെ. ഏറ്. ஐடியா ஆசானே, ஆ. இந்த தளப்பு காலில போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ആ. ആ, പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ആ. ആ, ശരി. ആ, നിന്റെ ഏറ് ഏറ്, ധൈര്യമായി ഏറ്. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കി അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലേറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലേറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. ദേ, നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലേറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? എന്താ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലും ആക്കി. പൂച്ചേർച്ച്. കർത്താവ്, അതിന്റെ വായിന്ന് പോയതാണോ? அப்பா, குண்டியெல்லாம் போச்சு.
ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി. ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജാരം കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേതായി പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീനെ പറ്റിക്കായിരുന്നല്ലേ. നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ച് എറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. മിസ്സായോ? അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ அப்பா அப்பா ஐயப்பா, என்னடா அது? அந்த மாதிரி சோங் இருக்கு இல்லையா? ஐயோ, யாருடா മൈൻഡി, അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തിക്കണം. അന്നത്തെ മാതിരി കുളമാക്കരുത്. അന്നൊക്കെ നീങ്ക താനേ കുളപ്പാക്കിയത്. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചതാ പടുപാടി. അപ്പൊ എന്നോട് കാര്യം എനിക്ക് ഉட்கார முடியாது, சைக்கிள் ஓட்ட முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது, இதுக்கு. அப்ப சமாசமம். இப்ப எனக்கு கிட்னி போச்சு, உனக்கு குண்டி போச்சு. போச்சன்னா ஒண்ணுமே இல்ல. பார்க்கணுமா? ஒண்ணுமே இல்ல. என்னடா இது? இப்ப உன்னை பார்த்தா கதகளி நடன்மார அடிச்சிட்டே போயிடும். அது கூடி போனா இதுக்கு ஒண்ணுமே இல்ல சானே. പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും? ഇവളിന്ന് ആരടി നീ? നീയോ? കള്ളി, നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കൂടെ കട്ടുവെക്കലടി പെരുങ്കള്ളി. ഞാൻ കട്ടൊന്നല്ല, ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ. എന്റെ പുറം പള്ളിപ്പുറമാക്കി കളഞ്ഞല്ലോ. നിന്റെ പുറം പള്ളിപ്പുറമല്ല, നിന്റെ പുറത്തെ പള്ളി പണിയൂടി. ഇനി എന്റെ അനുവാദം തോട്ടത്തിൽ കയറിയാ ഇതിന്റെ ഏത് തോട്ടോ? ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക് പിടിച്ചാണോടി കളിക്കണേ? എന്റെ പാവയ്ക്ക கொஞ்ச நேரம் ഞാന് പാക്കട്ടെ. ക്ലൈമാക്സ് ആച്ചാ? ഇല്ലല്ലേ? കാണിക്കരുത്. ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയടാ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. கொஞ்சம் பேலன்ஸ் இருக்கு ആസാനെ. മണ്ണ് കിടച്ചാച്ചി. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. ഇവനെ ശരിയാക്കുന്നത്. പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ചെന്നാ? നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ. എന്നതാ? തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ? ആ പീഡന പുണ്യാളിനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. ആഹാ,
രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില് അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ. ഉടനെ അവൻ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പാടേണ്ടി വരും. ഓ എനിക്കൊന്നും അപ്പൊ മനസ്സിലാവുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമന സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില് അല്ല ഞാനിതെങ്ങനെ പറയും. കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസം അല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി വെക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. അവന്റെ കവളത്ത് കണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. പാവയ്ക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ? ഒന്നും പറയണ്ട. ദേണ്ടേ, രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല അന്ന കൊച്ച മണ്ടനും പൊയ്ക്കോ. പോയി. പോയ കാര്യം എന്നാ ചെയ്യാസാനെ കുണ്ടിപ്പോയാച്ചി. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ? മണ്ണും മുടിയും മാത്രമല്ല, അവന്റെ കുടലും പണ്ടെടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാര് അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ? സാപ്പാട് കിടക്കുവാ. ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ. അന്നേച്ചി എന്നാ ചിരിക്കുന്നേ? ഞാൻ ഓർക്കായിരുന്നു. സോമനെയും സോഫിയെയും കുറിച്ചല്ലയോ? ഞാനും അത് തന്നെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അവര് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ഈ വീട്ടില്. ഓർക്കുമ്പോ കൊതിയാവുന്നു. നമുക്ക് പാലയ്ക്കൽ അച്ഛനോട് പറഞ്ഞ് അവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം, അല്ലയോടി? ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു. ആട്ടെ, നീ എന്നാ സ്ത്രീധനം തരും? എന്നതാ? നിന്റെ മോളെ കെട്ടുന്നതിന് എന്റെ മോൻ എന്നാ സ്ത്രീധനം തരുമെന്ന്. ആഹാ, അപ്പൊ അങ്ങനെയാന്നോ? അവനെ ഒറ്റയ്ക്കങ്ങ് ദത്തെടുത്തോ? സോഫിയ നീ എടുത്തേക്കല്ലേ? എന്നാ കേട്ടോ, എന്റെ പേരിലുള്ളത് മുഴുവൻ അവക്കുള്ളതാ. പോരായോ? അതോ പയ്യന്റെ അമ്മയ്ക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടോ? എന്തായത് രണ്ടുപേരും കൂടെ കൈകുട്ടിക്കളി? അച്ഛൻ വന്നത് നന്നായി. ഞങ്ങൾ അങ്ങോട്ട് വന്നൊരു കാര്യം പറയാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ മാത്രമാക്കണ്ട, കഴിക്കാനും ആയിക്കോട്ടെ. അച്ഛൻ വരുന്നത് കണ്ടപ്പോഴേ വെള്ളം അടുപ്പത്ത് വെച്ചതാ, തിളച്ചു. ചേട്ടത്തി ഒന്ന് എളുപ്പമായിക്കോട്ടെ. കേക്ക് വല്ലതും ഇരിപ്പുണ്ടോ? തിന്നാൻ പറ്റാത്ത സാധനങ്ങൾ കാണല്ലോ ആർത്തി കൂടുതല്. മധുരം ഉള്ളത് വല്ലതും തന്നൂന്ന് ആ സോഫി കൊച്ചറിഞ്ഞാ. ഞങ്ങൾക്ക് തിന്നാനല്ല, അച്ഛനാ. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുതരാം. വെറുതെ ഓടി നടന്ന് കാലിന് മസിൽ കയറ്റണ്ട. അല്ല, അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം? അവരോട് ചോദിച്ചോ? അതൊക്കെ മനസ്സമ്മതത്തിന് അച്ഛനങ്ങ് ചോദിച്ചാ മതി. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാ മതിയോ? അവർക്ക് ചോദിക്കാനും പറയാൻ ആൾക്കാരില്ലേ? അവർക്ക് സമ്മതമല്ലെങ്കിലോ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവർക്കാ.
സ്വത്തല്ലല്ലോ പ്രശ്നം. അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ആകാശക്കോട്ട കെട്ടാൻ.